ഇതപ്പോൾ നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് അതുപോലുള്ള വേസ്റ്റുകളെല്ലാം ഇട്ടിട്ട് നമ്മൾ ഒരു ബക്കറ്റിലാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, അത് അനങ്ങുന്നുണ്ടോ? അവിടെ എല്ലാം ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവയുണ്ട്, കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ. അപ്പോൾ ഗായ്സ്, നമ്മളിത് ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടേക്കുവാണ്. ഇതിൻ്റെ അകത്ത് എടുത്തിട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി ആയ കാരണം നമുക്ക് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് അഴുകുന്നുണ്ട്, അതുപോലെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത്, ഇത് വളർന്നിട്ട് ലാർവയായി പോകുന്നത്, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ചുമ്മാ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒന്ന് നമ്മുടെ മീൽ വേമിൻ്റെ അത് സെറ്റപ്പിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് ഇനി അടുത്ത ശ്രമം. അതായത് നമ്മുടെ ഓട്സിൻ്റെ അകത്ത് കുറച്ച് ഓട്സ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒരു 3-4 ഇട്ടിട്ട് ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് അടുത്ത പ്ലാൻ. അപ്പോൾ നമുക്കത് തുറന്നിട്ടൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങറ്റത്ത് കിടക്കുന്ന 2 അങ്ങനെ കുറച്ചെണ്ണം. അപ്പം ചോറ് ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്താണ്. ഇന്നലെയാണ് ഇവരെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയത്. അപ്പോൾ ചോറ് അവർ തിന്നുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ചോറിന് അവർ ഇത്രയും തന്നെ കളർ തന്നെ മാറ്റി കളഞ്ഞ്. ഇപ്പം ഇതിൽ 4-5 എണ്ണമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം നോക്കിയിട്ട് ഇവരിതിൻ്റെ അകത്തൂടെ ഏതായാലും ഒത്തിരി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഇതിലൊക്കെ ഒരു പാട് കണ്ടോ, അത് ഇവർ നടക്കുന്നതിൻ്റെ ആട്ടോ. നമുക്ക് ഏതായാലും ഇവരെ വെച്ച് കുറേ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് ഇതെന്തായാലും നമ്മുടെ അരോണയ്ക്ക്, അതുപോലെ ഞാൻ എൻ്റെ അരോണയ്ക്ക് ഇപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. ഗ്രോത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. ചെമ്മീനും കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ കൊടുക്കുന്നതിൻ്റെ ഗുണം ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡാണ് ചെമ്മീൻ. അതിന് നല്ല റെഡ് കളർ, ടെയിലയിൽ നല്ല റെഡ് കളർ കയറിയിട്ടുണ്ട്. അതുപോലെ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പ്രോട്ടീൻ സോഴ്സ് ഫുഡാണ്. ഇത് നമ്മൾ കോഴിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലവ് ബേർഡിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ലവ് ബേർഡ് തിന്നെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കുറിച്ചുള്ള അപ്ഡേഷനൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പം എൻ്റെ ഗൗരാമിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പഴയ വീഡിയോസിലൊക്കെ ഗൗരാമിയെ കാണിച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് കാണിക്കാം. അതിൻ്റെ ഗ്രോത്തിൻ്റെ മെയിൻ കാരണം ഈ സംഭവമാണ്. ഇത് ഞാൻ ഒത്തിരി ഫീഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി. അത് നല്ല രീതിയിൽ തിന്നുമായിരുന്നു. ഇപ്പോൾ നമ്മളിതാണ് നമ്മുടെ അരോണയ്ക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അരോണ നല്ല രീതിയിൽ ഇതിപ്പോൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാകുമ്പോൾ 0 കോസ്റ്റാണ്. നമുക്ക് വീട്ടിലെ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. പക്ക വേസ്റ്റ്, അതായത് നമുക്ക് ഒട്ടും പറ്റാത്ത വേസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ ഈ മീൽ വേമിനെ കൾട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, നല്ല നല്ല വേസ്റ്റുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ മീൽ വേവിനെ നമുക്ക് ഫിഷിന് കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്നാലും നമുക്ക് ഇച്ചിരി വൃത്തിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നല്ല നല്ല ഫുഡ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലാർവ എപ്പോഴാണ് ഫുൾ ഒരു അഡൾട്ട് ഫ്ലൈ ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനൊക്കെ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം ഇത് ഞാൻ അരോണയ്ക്ക് കൊടുത്ത് കാണിക്കുന്നില്ല, ഇന്ന് ഞാൻ ഫീഡ് ചെയ്താണ്. നോക്കട്ടെ, അടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിന് കൊടുത്ത് കാണിക്കാം. അതുപോലെ നമ്മുടെ ഓസ്കാറിനും ഇപ്പോൾ ഇത് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ചിലവില്ല, ചിലവെന്ന് പറയുന്ന സാധനം വരുന്നില്ല. പക്ഷേ മെനക്കേടുണ്ട് കേട്ടോ. ഇതെടുത്ത് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രോട്ടീൻ ഫുഡ് വേറെ ഇല്ല. മീൽ വേവ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. മീൽ വേവിനെ എനിക്ക് കിട്ടാതെ വന്നപ്പം ഇത് നമുക്കിവിടെ കൾട്ടിവേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം മീൽ വേവിന് പകരമായി നമ്മൾ ഇത് അരോണയ്ക്ക് ഫീഡ് ചെയ്ത് നോക്കി. ഓക്കെ, പക്ക സാധനമാണ് ഇത്. ഒത്തിരി ആ ബക്കറ്റിൽ ഒത്തിരി ഉണ്ട്. ബക്കറ്റിൽ ഇപ്പം ഞാൻ ഇന്ന് വേസ്റ്റ് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പം നാളത്തേക്കിന് എന്തെങ്കിലും മാറ്റം വരും ഉറപ്പായിട്ടും. മിക്കവാറും നാളെ തന്നെ അത് തിന്നുമായിരിക്കും. അതിൻ്റെ അകത്തൊരു 1000-ന് മേളിൽ പുഴുക്കളുണ്ട്. ഇതുപോലെ 1000 അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നാളത്തേന് മിക്കവാറും ആ വേസ്റ്റൊക്കെ അവർ വളമാക്കി മാറ്റും. അപ്പോൾ നമുക്കത് വളമായിട്ടും എടുക്കാം, പുഴുക്കളെ ഇതുപോലെ കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഓസ്കാറിൻ്റെ മറ്റേ പേരൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഓസ്കാർ ഭയങ്കര എന്നാ പറയുന്നത്, ഒതുങ്ങിപ്പോയി. ഇപ്പം അത്ര വലിയ അഗ്രസീവ്നെസ്സോ ഒന്നുമില്ല. നമ്മൾ ഉടനെ തന്നെ ഒരു ഓസ്കാറിന് പേരിനെ നോക്കണം. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനൊരു പേരിനെ മേടിക്കാൻ. പക്ഷെ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഫീമെയിൽ നോക്കാൻ പാടായിരിക്കും. അവർ നോക്കിത്തരാൻ അവർക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. നോക്കിയെടുക്കുക എന്നുള്ളതും റിസ്ക്കാണ്. ഏതായാലും നമ്മൾ ഉടനെ തന്നെ അതിനെ പറ്റി എന്തെങ്കിലും ഒരു മാർഗം നോക്കുന്നതായിരിക്കും. ആളെന്തായാലും വളർന്നിട്ടുണ്ട്, പക്ഷെ അഗ്രസീവ്നെസ് ഒക്കെ പോയി. നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ അരോണ അരോണ അല്ല കേട്ടോ, ജൈൻറ്റ് ഗൗരാമി. ഇവനാണ് നമ്മൾ മറ്റേ ഈ പുഴുക്കളെ ഫീഡ് ചെയ്തേക്കുന്നത്. നല്ല ഒരു കുറേ നാളത്തേക്കിന് പുഴു തന്നെയായിരുന്നു ഇവൻ്റെ ഭക്ഷണം, ചേമ്പലയും പുഴുവും.
ഞാൻ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഈ ബക്കറ്റിലാണ്. ഇത് നമുക്ക് വിപണി മേടിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ വെറും ഒരു ബക്കറ്റിൽ 2 വലിയ തുള ഇട്ടിട്ട് നിങ്ങളുടെ പച്ചക്കറി വേസ്റ്റും അതുപോലുള്ള ചോറ് കാര്യങ്ങളെല്ലാം ഇട്ടാൽ മാത്രം മതി. നമുക്കപ്പോൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഫീഡ് ചെയ്താണ് ഓൾറെഡി. പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്ത് ഫീഡ് ചെയ്യുവാണ്. പിന്നെ അത്ര വിഷമൊന്നും അല്ല ഇരിക്കുന്നത്. ഗായ്സ് നിങ്ങൾ നോക്കുക, അരോണ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടില്ലേ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അരോണ ഒരു 2 മാസത്തിനടുത്ത് 1.5 മാസത്തോളം ആയിട്ടുണ്ട്. അവനിപ്പോൾ എടുക്കും, അടിച്ചു. അതാണ്. അപ്പോൾ ഗായ്സ് ഇതിന് വളർച്ച ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടാൻ കേട്ടോ, ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർ. ഇതിപ്പോൾ ഒരു 3 ദിവസം ഞാൻ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോറിട്ട് അന്ന് തൊട്ടുള്ള ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പം വേംസ് ആണെങ്കിലുണ്ടല്ലോ നല്ല സ്ട്രോങ് ആയി, ഒരു വൃത്തിയുള്ള പോലെ. അതായത് നമ്മുടെ മീൽ വേമിൻ്റെ ഏകദേശം ഒരു ടൈപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഒരെണ്ണത്തിന് ഫീഡ് ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വെച്ച് എനിക്ക് ഇച്ചിരി ഒന്ന് പരീക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ കഷ്ണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിന് ഫീഡായിട്ട് ഇട്ട് കൊടുത്ത് നോക്കും. അപ്പോൾ ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് മാറുന്നത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. ഇതിൻ്റെ താഴെ ഇപ്പോൾ ഒരു 4 ഉള്ളൂ. ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഫീഡ് ചെയ്ത് കാണിച്ചില്ലേ, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ.